മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ പ്രോബ്ലംസും ആൻഡ് സൊല്യൂഷൻസും ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് നോ ഡയമെൻഷൻസ്? സ്ട്രെയിൻ, ആംഗുലാർ വെലോസിറ്റി, മൊമെൻറ്റം ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡയമെൻഷൻസ് ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി മീൻസ് ആംഗിൾ ഡിവൈഡഡ് ബൈ ടൈം. ആംഗിൾ ഡിവൈഡഡ് ബൈ ടൈം. ടൈമിന് ഡയമെൻഷനുണ്ട്, ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. പക്ഷേ ആംഗുലാർ വെലോസിറ്റിക്ക് അതുകൊണ്ട് ഡയമെൻഷനുണ്ട്. മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P = m × v, മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന് ഡയമെൻഷനുണ്ട്, വെലോസിറ്റിക്കും ഡയമെൻഷനുണ്ട്. ആംഗുലാർ മൊമെൻറ്റം ഈസ് mvr, മാസ്, വെലോസിറ്റി, റേഡിയസ്. ഇതിനെല്ലാം ഡയമെൻഷനുണ്ട്. ദെൻ അടുത്തത് നോക്കാം, സ്ട്രെയിൻ. സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതായത് ഇപ്പം ലോജിറ്റ്യൂഡിലെ സ്ട്രെയിൻ ആണെങ്കിൽ നമുക്കറിയാം ΔL/L. അപ്പം അതുപോലെ ഷിയറിംഗ് സ്ട്രെയിൻ ആണ് തീറ്റ. വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ് ΔV/B. അപ്പം ഇതിലൊന്നും എന്താ ഡയമെൻഷൻസ് എന്താണ്? ഡയമെൻഷൻസ് ഇല്ല. അതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്ട്രെയിൻ. സ്ട്രെയിൻ ഹാസ് നോ ഡയമെൻഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the diameter of brass rod is 4 mm. Young's modulus of brass is 9 × 10⁹ Newton per meter square. The force required to stretch 0.1% of its length is. ഒരു ബ്രാസ് റോഡിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4 mm. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ആ ബ്രാസ് റോഡിൻ്റെ യങ്സ് മോഡുലസ് ഈസ് 9 × 10⁹ Newton per meter square. The force required to stretch 0.1% of its length is. അതായത് അതിൻ്റെ എലോങ്ങേഷൻ ΔL, ചേഞ്ച് ഇൻ ലെന്ത് എന്ന് പറയുന്നത് 0.1% ഓഫ് ഇറ്റ്സ് ലെന്ത്. എത്രയാണോ ലെന്ത് അതിൻ്റെ 0.1% ആണ് സ്ട്രെച്ചിങ് ഉണ്ടായത്. അപ്പോൾ അത്രയും സ്ട്രെച്ചിങ് ഉണ്ടായാൽ എത്രമാത്രം ഫോഴ്സ് ആ ബ്രാസ് റോഡിൽ ഉപയോഗിച്ചപ്പോഴാണ് 0.1% ലെന്തിലെ വേരിയേഷൻ അല്ലെങ്കിൽ ലെന്തിലെ എലോങ്ങേഷൻ, ലെന്ത് സ്ട്രെച്ച് ചെയ്യാൻ എത്രമാത്രം ഫോഴ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നത്. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്നതൊക്കെ നോക്കാം. ഫോഴ്സും യങ്സ് മോഡുലസും തമ്മിലുള്ള റിലേഷൻ ആദ്യം എഴുതണം. ഏതാണ്? യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു F/A × L/ΔL. ഇതിൻ്റെ അകത്തുനിന്ന് Y = F/A × L/ΔL-ൻ്റെ അകത്തുനിന്ന് നമുക്ക് F കണ്ടെത്താം. F ഈസ് ഈക്വൽ ടു YA∆L/L. Y നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് ദാറ്റ് ഈസ് 9 × 10⁹ Newton per meter square ആണ്, SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. ഏരിയ, അടുത്തത് എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് റോഡ് ദാറ്റ് ഈസ് πr². π × R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. തന്നിരിക്കുന്ന ഡയമീറ്റർ ആണ്. ഡയമീറ്റർ D = 4 mm. അതിൻ്റെ പകുതിയാണ് റേഡിയസ്, ദാറ്റ് ഈസ് 2 mm. 2 mm മീറ്റർ ആക്കണം. അതിനെ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്ററായി. 2 × 10⁻³ മീറ്റർ. 2 × 10⁻³ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു. ദെൻ അടുത്തത് ΔL ആണ്. ΔL എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1% ഓഫ് ഇറ്റ്സ് ലെന്ത്. ദാറ്റ് മീൻസ് 0.1% എന്ന് പറഞ്ഞാൽ 1/100. 0.1 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇറ്റ്സ് ലെന്ത്. എത്രമാത്രം സ്ട്രെച്ചിങ് ഉണ്ടായി? സ്ട്രെച്ച് 0.1% ഓഫ് ഹിറ്റ്സ് ലെന്ത്. ആ എത്രയാണോ ലെന്ത് അതിൻ്റെ 1%. അതുകൊണ്ട് ചേഞ്ച് ഇൻ ലെന്ത് എന്ന് പറയുന്നത് 0.1 ഡിവൈഡഡ് ബൈ 100 × L. അപ്പം നമുക്ക് അതിവിടെ കൊടുക്കാം. 0.1 × L/100 ഓൾ ഡിവൈഡഡ് ബൈ L. ഇവിടെ L എന്ന് കൊടുക്കും. ഇതും കൂടെ കട്ട് ചെയ്ത് പോയി. മിച്ചം നോക്കാം എത്രയുണ്ടെന്ന്. 9 × 10⁹ π × 4 × then 10⁻⁶ × 10⁻⁻1 0.1 - 1 ഇൻറ്റു 10⁻². 100നെ മുകളിലേക്ക് കയറ്റിയാൽ ഇവിടെ 100 എന്ന് പറഞ്ഞാൽ 10². 10² മുകളിലേക്ക് കയറ്റിയാൽ 10⁻². അപ്പം 6 2 8 1 9. ഇതും കൂടെ കട്ടായിപ്പോവും ആണല്ലോ. 10⁻⁹ 10⁻⁻9 കൂടെ ആഡ് ചെയ്താൽ 10⁻0 വരും. 10⁻0 ഈസ് 1. ദെൻ ബാക്കി മിച്ചം എത്രയുണ്ട്? 9 × 4 36,
pi. കണ്ടെത്തുന്ന എന്താണ്? ഫോഴ്സാണ്. അതിൻ്റെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ. 36 pi Newton. ആൻസർ ഈസ് ഓപ്ഷൻ എ, 36 pi Newton. Next question. When a body of mass capital M is hung from a spring, the spring extends by 1 centimeter. If the body of mass 2m be hung from the same spring, the extension of spring will be. ഒരു ബോഡിയുടെ മാസ് ക്യാപിറ്റൽ എം ആണ്. ദറ്റ് ഈസ് ഹങ് ഫ്രം എ സ്പ്രിങ്. ആ മാസ് എം ഉള്ള ഒരു ബോഡി ഒരു സ്പ്രിങ്ങിൽ നിന്നും തൂക്കിയിട്ടിരിക്കുകയാണ്. ദ സ്പ്രിങ് എക്സ്റ്റെൻഡ്സ് ബൈ 1 centimeter. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 1 centimeter ആണ്. ദെൻ ഇഫ് എ ബോഡി ഓഫ് മാസ് 2m, അടുത്ത മാസ്, ദെൻ ഹങ് ഫ്രം ദ സെയിം സ്പ്രിങ്, ദാറ്റ് മീൻസ് കെ, സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഫസ്റ്റ് കേസിലും കെ ആണ്, സെക്കൻഡ് കേസിലും കെ ആണ്. അതായത് സ്പ്രിങ് സെയിം സ്പ്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത്. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് സ്പ്രിങ് വിൽ ബി 2m ആണ് ഹങ് ചെയ്ത് തൂക്കിയിട്ടിരുന്നതെങ്കിൽ എത്രമാത്രം എക്സ്റ്റൻഷൻ വരുമായിരുന്നു? അതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എക്സ് ഡാഷ് കണ്ടെത്തണം. അതിന് വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്കറിയാം ഫോഴ്സ് ഈസ് ഈക്വൽ ടു കെ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി, റൈറ്റ്. Then f dash is equal to kx dash, that is equal to 2m into g. ആണല്ലോ. ദെൻ അതിൻ്റെ അകത്ത് എം ജി എന്ന് പറയുന്നത് എന്താണ്? എം ജി ഈസ് കെ എക്സ്, ദാറ്റ് ഈസ് കെ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കെ എക്സ്. ഇതും കൂടെ കട്ടായിപ്പോയി. എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ്റ്റൻഷൻ ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ആദ്യം ബോഡി എം വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എക്സ്റ്റൻഷൻ എത്രയാണ്? 1 centimeter. 2 ഇൻറ്റു 1. ദെർഫോർ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു 2 centimeter. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 centimeter. അടുത്ത ക്വസ്റ്റ്യൻ. എ വയർ ഹുസ് cross-sectional area is 2 millimeter square is stretched by 0.1 millimeter by a certain load. And if a similar wire of triple the area of cross-section is stretched by the same load, then the elongation of the second wire would be. Question മനസ്സിലായെന്ന് വിചാരിക്കുന്നു. A wire whose cross-sectional area is 2 millimeter square is stretched by 0.1 millimeter by a certain load. Cross-sectional area 2 millimeter square ഉള്ള ഒരു വയർ അതിനെ 0.1 millimeter സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, വലിഞ്ഞിട്ടുണ്ട് ഒരു സർട്ടൈൻ ലോഡ് ഇട്ടപ്പോൾ. എത്രയോ ലോഡ് ഇട്ടപ്പോൾ ഇഫ് എ സിമിലർ വയർ, അതേ സിമിലർ വയർ ഓഫ് ട്രിപ്പിൾ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ സ്ട്രെച്ച്ഡ് ബൈ ദ സെയിം ലോഡ്. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 millimeter എന്നുള്ളത് അതായത് 3 ഇരട്ടിയായി, അതായത് 3 × 6 millimeter സ്ക്വയർ ആക്കി മാറ്റി, എന്നിട്ട് അതേ സെയിം ലോഡ് തന്നെ ഇട്ടു. അങ്ങനെയാണെങ്കിൽ ദെൻ ദ എലോങ്ങേഷൻ ഓഫ് ദ സെക്കൻഡ് വയർ വുഡ് ബി. ഫസ്റ്റ് വയർ എന്ന് പറയുന്നത് 2 millimeter സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള വയറാണ്. അതിൽ എത്രയോ ഒരു ലോഡ് ഇട്ടപ്പം 0.1 millimeter എക്സ്റ്റൻഷൻ ഉണ്ടായി, സ്ട്രെച്ചിങ് ഉണ്ടായി. ഇനി അടുത്തത് അതുപോലത്തെ ഒരു വയറും കൂടെ, അതേപോലെ സിമിലർ വയറിനെ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 3 ഇരട്ടിയാക്കണം. ട്രിപ്പിളത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 3 ഇരട്ടിയാക്കിയാൽ എന്നിട്ട് അതേ സെയിം ലോഡ് തന്നെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എലോങ്ങേഷൻ, സെക്കൻഡ് വയറിൻ്റെ എലോങ്ങേഷൻ എത്രമാത്രം ഉണ്ടാകും? 3 ഇരട്ടിയാക്കിയ ആ വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 3 ഇരട്ടിയാക്കിയ ആ വയറിൻ്റെ എലോങ്ങേഷൻ എത്രമാത്രമാണ്? സെയിം ലോഡ് തന്നെയാണ് ഇടുന്നത്. നമുക്കറിയാം ഫോർ സെയിം ഫോഴ്സ് ലെങ്ത് യങ്സ് മോഡുലസ്. ഒരു യങ്സ് മോഡുലസും ഫോഴ്സും ലെങ്തും എല്ലാം സെയിം ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നമുക്കറിയാം ഫോഴ്സും യങ്സ് മോഡുലസും എക്സ്റ്റൻഷനും എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഏതാണത്? y ഈക്വൽ ടു യങ്സ് മോഡുലസ് ഈക്വൽ ടു ലോജിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ. ദെൻ ഇവിടെ കണ്ടെത്തേണ്ടത് നമുക്ക് ഡെൽറ്റ എൽ ആണല്ലോ. ഇവിടെ
സെയിം ലോഡ് ദെൻ എന്താണ് സിമിലർ വയർ അതിൻ്റെ സിമിലർ വയറാണ് എ വയർ ഹുസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് 2 millimeter square ഈസ് സ്ട്രെച്ച്ഡ് ബൈ 0.1 millimeter ബൈ എ സെർട്ടൈൻ ലോഡ്. അതേ സെയിം ലോഡ് തന്നെയാണ് രണ്ടാമത്തേതിൽ വിടുന്നത്. ആകെ ചേഞ്ച് വരുത്തുന്നത് എന്തിലാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ മാത്രമേ ചേഞ്ച് വരുത്തുന്നുള്ളൂ. ദെൻ ദ എലോങ്ങേഷൻ ഓഫ് ദ സെക്കൻഡ് വയർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ചേഞ്ച് വരുത്തുമ്പോൾ ഡെൽറ്റ എല്ലിലും ചേഞ്ച് വരുന്നു. പക്ഷേ ഫോർ സെയിം എഫ് എൽ ആൻഡ് വൈ യങ്സ് മോഡുലസും ഫോഴ്സും ലെന്തും സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫോർ സെയിം എഫ് എൽ ആൻഡ് വൈ അങ്ങനെയാണെങ്കിൽ എ ഈസ് പ്രപ്പോർഷണൽ ടു 1 by ഡെൽറ്റ എൽ എന്ന് എഴുതാമല്ലോ. എ ഈസ് പ്രപ്പോർഷണൽ ടു 1 by ഡെൽറ്റ എൽ, അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഈസ് പ്രപ്പോർഷണൽ ടു 1 by എ എന്ന് എഴുതാം. ഇനി ഫസ്റ്റ് കേസിൽ ഡെൽറ്റ എൽ വൺ, ഫസ്റ്റ് കേസിലെ എലോങ്ങേഷൻ എത്രയാണ്? ഫസ്റ്റ് കേസിൽ ഡെൽറ്റ എൽ വൺ ഈസ് പ്രപ്പോർഷണൽ ടു 1 by എ, ദാറ്റ് ഈസ് 2 millimeter square, റൈറ്റ്. ദെൻ അടുത്തത് ഡെൽറ്റ ടു ഈസ് പ്രപ്പോർഷണൽ ടു 1 by 6 millimeter square. അങ്ങനെ എഴുതാമല്ലോ. 3 times ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇങ്ങനെ എഴുതാമല്ലോ. ഡെൽറ്റ എൽ വൺ ഈസ് പ്രൊപ്പോർഷണൽ ടു 2 millimeter square, ഡെൽറ്റ എൽ ടു ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by 6 millimeter square. ദെൻ ഇതിനെ തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് റേഷ്യോ എടുത്ത് നോക്കാം. ഡെൽറ്റ എൽ വൺ ബൈ ഡെൽറ്റ എൽ ടു ഈസ് ഈക്വൽ ടു 6/2 എന്ന് കിട്ടും. ദെൻ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? എലോങ്ങേഷൻ ഓഫ് ദ സെക്കൻഡ് വയർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 3 ഇരട്ടി ആക്കിയ അതിൻ്റേത് ഏതാണ്? ഡെൽറ്റ എൽ ടു ആണ് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ടു ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ വൺ ഇൻറ്റു 2/6 എന്ന് എഴുതാം. വാട്ട് ഈസ് ഡെൽറ്റ എൽ വൺ? ഡെൽറ്റ എൽ വൺ ഈസ് 0.1 millimeter. ദാറ്റ് ഈസ് 0.1 millimeter ഇൻറ്റു 2/6. 2/6 ഈക്വൽ ടു 0.1 ഇൻറ്റു 1/3 ആണല്ലോ. 2/6നെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 1/3 കിട്ടും. ഈക്വൽ ടു എത്ര കിട്ടും? 0.1 ഡിവൈഡഡ് ബൈ 3. എത്ര വരും ആൻസർ? 0.1 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 1/30 ഈക്വൽ ടു 0.033 millimeter. 0.033 millimeter. ഇത് 1/3 എന്ന് പറഞ്ഞാൽ എന്താ? 0.33 ആണല്ലോ. അപ്പം 30 കൊണ്ട് ഒരു 0 എവിടെ ഉണ്ട്? ഇവിടെ വേണം 0.033 millimeter. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തത്, എ സബ്സ്റ്റൻസ് breaks down by a stress of 10⁶ Newton per meter square. If the density of the material of the wire is 3 into 10⁻³ kilogram per meter cube, then the length of the wire of the substance which will break under its own weight when suspended vertically will be. A substance break down by a stress of 10⁶ Newton per meter square. അതായത് ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് 10⁶ Newton per meter square ആണ്. നമുക്ക് നോക്കാം. ബ്രേക്കിംഗ് സ്ട്രെസ് ബ്രേക്കിംഗ് സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതെത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10⁶ Newton per meter square. Then density of the material തന്നിട്ടുണ്ട് rho, that is equal to 3 into 10⁻³ kilogram per meter cube എന്ന് തന്നിട്ടുണ്ട്. Then the length of the wire of the substance which will break under its own weight when suspended vertically will be. എപ്പോഴാണ് ഈ then the length of the wire of the substance which will break under its own weight when suspended vertically will be. elongation ഒക്കെ ഉണ്ടായി. എപ്പോഴാണ് എത്ര weight then the length of the wire of the substance which will break under its own weight when suspended vertically will be. എങ്ങനെ കണ്ടെത്താം? ലെന്ത് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് ബ്രേക്കിംഗ് സ്ട്രെസ് തന്നിട്ടുണ്ട് F/A. എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം ഫോഴ്സ് ഈസ് ഈക്വൽ ടു, അതായത് വെയിറ്റ്, ലെന്ത് ഓഫ് ദി വയർ ഓഫ് ദി ബ്രിഡ്ജ് വിൽ ബ്രേക്ക് അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ്. വാട്ട് ഈസ് ദ വെയിറ്റ്? വെയിറ്റ് ഇവിടെ എത്ര വരും? വെയിറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. വെയിറ്റ് ഈസ് ഈക്വൽ ടു
force, that is breaking stress, is equal to F by A, that is equal to F is by mg by A. ആണല്ലോ. വാട്ട് ഈസ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം തന്നെ കിടക്കട്ടെ. ദാറ്റ് ഈസ് മാസ് ബൈ വോളിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ ഏരിയ ഇൻറ്റു ലെങ്ത്. ദെൻ ഡെൻസിറ്റി കിട്ടി. അങ്ങനെയാണെങ്കിൽ മാസ് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത്. ദെർഫോർ റോ എ എൽ ജി ഡിവൈഡഡ് ബൈ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ എൽ ജി എന്ന് കിട്ടും. അതായത് ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു റോ എൽ ജി എന്ന് കിട്ടി. ബ്രേക്കിംഗ് സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10�6, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ എൽ ജി. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എൽ കണ്ടെത്തണം. എൽ ഈസ് ഈക്വൽ ടു 10�6 ഡിവൈഡഡ് ബൈ റോ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3 ഇൻറ്റു 10�3 ഇൻറ്റു ജി ഈസ് 10. എത്ര കിട്ടും? 10⁴, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 10 സ്ക്വയർ, that is equal to 0.333 into 10 square, that is equal to 33.3 meter. Answer is option C, 33.3 meter. അടുത്ത question. According to Hooke's law of elasticity, if stress is increased, the ratio of stress to strain increases, decreases, becomes 0, remains constant. നമുക്കറിയാം ഹുക്സ് ലോ എന്താണ് പറയുന്നത്? By Hooke's law, stress within elastic limit, stress is directly proportional to strain within the elastic limit. Within the elastic limit, stress is directly proportional to strain. That is, if stress is increased, ratio of stress to strain, stress increase ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യും. കറക്റ്റ്. സ്ട്രെയിൻ എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, സ്ട്രെയിൻ എന്ത് സംഭവിക്കുമെന്നല്ല ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ? ദാറ്റ് ഈസ് സ്ട്രെസ് ടു സ്ട്രെയിൻ ഈസ് എന്താണ്? റിമെയിൻസ്. സ്ട്രെസ് ടു strain is remains constant. Remains constant. Stress to strain is remain constant. That is Hooke's law. Answer is option D. അടുത്തത്, a thick copper rope of density 1.5 into 10⁻³ kilogram per meter cube and Young's modulus 5 into 10⁶ Newton per meter square, 8 meter in length, when hung from the ceiling of a room, then the increase in its length due to its own weight is. A thick copper rope of density തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ലെന്ത് തന്നിട്ടുണ്ട്. വെൻ ഹങ് ഫ്രം ദി സീലിംഗ് ഓഫ് എ റൂം, ഒരു റൂമിൻ്റെ സീലിംഗിൽ നിന്നാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ദെൻ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ലെന്ത് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്, അതിൻ്റെ സ്വന്തം വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ലെന്ത് ഡെൽറ്റ എൽ എത്രയാണെന്ന് കണ്ടെത്തണം. നമുക്കറിയാം യങ്സ് മോഡുലസും ഫോഴ്സും ഡെൽറ്റ എല്ലൊക്കെ ഉള്ള റിലേഷൻ നമുക്ക് കോമൺ ആയിട്ടുള്ള റിലേഷൻ, ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ഈക്വൽ ടു F by A divided by delta L by A, that is equal to F by A into L by delta L. ഇതിൻ്റെ അകത്ത് ഇനി തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾക്ക് നോക്കേണ്ടത്, നമുക്ക് കണ്ടെത്തേണ്ടത് ഡെൽറ്റ എൽ ആണ് കണ്ടെത്തേണ്ടത്. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വെൻ ഹങ് ഫ്രം ദി സീലിംഗ് ഓഫ് എ റൂം, then ഇത് increase in its length due to its own weight is. As the weight of the wire acts on its center of gravity, അത് വെയിറ്റ്, ആ വയറിൻ്റെ വെയിറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും?
So it produces extension only in L/2 length. Important ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. As the length of the wire, as the weight of the wire acts on its center of gravity, then so it produces extension only in L/2 length. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ്, എൻ്റെ ഒരു വയറിൻ്റെ വെയിറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കാണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ അതിലെ എക്സ്റ്റൻഷൻ എൽ ലെന്തിൽ ഉണ്ടായിരിക്കില്ല. എവിടം വരെ കാണുള്ളൂ? L/2 ലെന്തിൽ, പകുതി ലെന്തിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് ഓർത്തിരിക്കണം. ആസ് വെയിറ്റ് ഓഫ് ദി വയർ, ആസ് വെയിറ്റ് ഓഫ് ദി വയർ ആക്ട്സ് on its center of gravity, so it produces extension, only in L/2 length. L/2 ലെന്തിലായിരിക്കും എക്സ്റ്റൻഷൻ ഉണ്ടായുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വൈയുടെ എങ്ങനെ എക്സ്പ്രഷൻ എഴുതാം? y ഈക്വൽ ടു F/A ഇൻറ്റു L/2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡെൽറ്റ എൽ കണ്ടെത്താം. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു F/A ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ 2y എന്ന് എഴുതാം. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഫോഴ്സ് കണ്ടെത്താൻ നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് താഴേക്കാണ് വെയിറ്റ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് mg ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ 2ay. ദാറ്റ് ഈസ് ഈക്വൽ ടു, മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഈസ് ഡെൻസിറ്റി ഈസ് mass by volume. Then mass is equal to density into volume. That is equal to density into area into length. Therefore, rho A L into L divided by 2ay. ഈ എയും ഈ എയും കൂടെ കട്ട് ചെയ്ത് പോകും. That is equal to rho L square divided by 2y. റോ നമുക്ക് തന്നിട്ടുണ്ട്. റോ എത്രയാണ്? 1.5 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു എൽ സ്ക്വയർ 8 മീറ്റർ ഇൻ ലെന്ത്. ദാറ്റ് ഈസ് 8 ഇൻറ്റു 8 64 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ജിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. ഇത് MGL, M ആണ് റോ AL, then M is rho AL, then G into L. ഇവിടെ ഒരു G ഞാൻ എഴുതാൻ വിട്ടുപോയിരുന്നു. ഇവിടെ ഒരു G ഉണ്ട്, അത് ഞാൻ ഇവിടെ എഴുതുകയാണ്. G rho L സ്ക്വയർ, അത് ഇൻറ്റു ജിയുടെ വാല്യൂ 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു y ഈസ് 5 ഇൻറ്റു 10⁻⁶ ഈക്വൽ ടു, ഈ 2 ഇൻറ്റു 5ഉം ഈ 10ഉം കൂടെ കട്ട് ചെയ്ത് പോകും. ദെൻ 64 ഇൻറ്റു 1/5, 1.5, 64 ഇൻറ്റു 1/5, 64 96.0 into 10⁻⁻3. That is equal to 9.6 into 10⁻⁻2 meter. Answer is option C. Next question. If in a wire of Young's modulus Y, longitudinal strain X is produced, then the value of potential energy stored in its unit volume will be. നമുക്കറിയാം potential energy stored in the unit volume is U, that is equal to half into stress into strain. Half into stress into strain ആണ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ലോജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം യങ്സ് മോഡുലസ് y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? y ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതാം. യങ്സ് മോഡുലസ് y ആണ്, സ്ട്രെയിൻ x ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ കണ്ടെത്തേണ്ടത്? പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് യൂണിറ്റ് വോളിയം. ദാറ്റ് ഈസ് u ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു, കൺഫ്യൂഷൻ വരരുത്, ഇത് ഒന്നോടെ കട്ട് ചെയ്തിട്ട് എഴുതാം. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഈസ് യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു സ്ട്രെയിൻ. That is equal to half y x square. Half is 0.5 y x square. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. 0.5 y x square. അടുത്ത ക്വസ്റ്റ്യൻ. A metal ring of initial radius r and cross-sectional area A is fitted onto a wooden disc of radius capital R that is greater than small r. If Young's modulus of metal is y, then the tension in the ring is. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ഒരു മെറ്റൽ റിങ്ങിൻ്റെ ഇനിഷ്യൽ റേഡിയസ് ആർ എന്ന് തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ ആർ, എന്നിട്ട് ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ എന്ന് തന്നിട്ടുണ്ട്. ഈസ് ഫിറ്റഡ് ഇൻ ടു എ വുഡൻ ഡിസ്ക് ഓഫ് റേഡിയസ്. ഒരു തടി ഡിസ്കിൽ അത് ഫിറ്റ് ചെയ്തേക്കുവാണ്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇൻ ദ റിംഗ് ഈസ് കണ്ടെത്തണം. ടെൻഷൻ ഈസ് ഫോഴ്സ് ഇൻ ദ റിംഗ് ഈസ്. ദെൻ യങ്സ് മോഡുലസും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ഏതാണ്? ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ, ഇവിടെ ഡെൽറ്റ എൽ ബൈ എൽ ആണ് നമ്മുടെ റേഡിയസ്. ദെൻ ഇവിടെ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടെ ഫോഴ്സ് ബൈ ഏരിയയാണ് സ്ട്രെസ്, ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷൻ ബൈ ഏരിയ. ദെൻ വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ദാറ്റ് ഈസ് ഇവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് മെറ്റൽ റിംഗ് ഓഫ് ഇനിഷ്യൽ റേഡിയസ്, ലെന്ത്, ഒരു മെറ്റൽ റിങ്ങിൻ്റെ റേഡിയസ്, റിംഗ് ആണ്, അതിൻ്റെ റേഡിയസ് ആറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെന്ത് എന്താണ്? 2π ആറാണ്. അപ്പം ചേഞ്ച് ഇൻ ലെന്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെന്ത്. ഒറിജിനൽ ലെന്ത് എത്രയാണ്? 2π ആറ്. ചേഞ്ച് ഇൻ ലെന്ത് ഈസ് 2π ക്യാപിറ്റൽ ആർ മൈനസ് 2π ആർ. ദെൻ അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസ് എങ്ങനെ എഴുതാം? യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ടെൻഷൻ ബൈ ഏരിയ ഡിവൈഡഡ് ബൈ 2π ആർ മൈനസ് 2π സ്മോൾ ആർ ഡിവൈഡഡ് ബൈ 2π സ്മോൾ ആർ. ദാറ്റ് ഈസ് യങ്സ് മോഡുലസ് y ഈസ് ഈക്വൽ ടു ടി ബൈ എ ഇൻറ്റു, ഇവിടെ 2π കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിച്ചം എത്ര വരും? ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ബൈ എ, ഇങ്ങനെ എഴുതാം, ടി ബൈ എ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ആർ. യങ്സ് മോഡുലസ് y ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു സ്മോൾ ആർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ. കണ്ടെത്തേണ്ടത് എന്താണ്? ടെൻഷനാണ് കണ്ടെത്തേണ്ടത്. ദെയർഫോർ ടി ഈസ് ഈക്വൽ ടു y a capital R minus small r divided by small r. This is the answer. ഇത് വരും, ഇത് ഓപ്ഷൻ സി, y a capital R minus small r divided by small r. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. For a constant hydraulic stress on an object, the fractional change in the object's volume delta V by V and its bulk modulus B are related as. ഇപ്പം ഇത്രയും നേരം പഠിച്ച ഒരു 9 ക്വസ്റ്റ്യനോളം നമ്മൾ ചെയ്തു. ഈ 9 ക്വസ്റ്റ്യനും മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്.
Then അടുത്ത ക്വസ്റ്റ്യൻ ഇതും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോർ എ കോൺസ്റ്റന്റ് ഹൈഡ്രോളിക് സ്ട്രെസ് ഓൺ ആൻ ഒബ്ജെക്ട് ദി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദി ഒബ്ജെക്ട്സ് വോളിയം ഡെൽറ്റ വി ബൈ ബി ആൻഡ് ഇറ്റ്സ് ബൾക്ക് മോഡുലസ് ബി ആർ റിലേറ്റഡ് ആസ്. നമുക്കറിയാം ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ്. ഫോർ എ കോൺസ്റ്റന്റ് നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെസ് എന്തുവാകാം. ഹൈഡ്രോളിക് സ്ട്രെസ്, നോർമൽ സ്ട്രെസ്, വോളിയോമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. ദെൻ പറഞ്ഞിരിക്കുന്നത് ഫോർ എ കോൺസ്റ്റന്റ് ഹൈഡ്രോളിക് സ്ട്രെസ് ഓൺ ആൻ ഒബ്ജെക്റ്റ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ദ ഒബ്ജെക്ട്സ് വോളിയം ഡെൽറ്റ വി ബൈ ബി ദാറ്റ് ഈസ് വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഡെൽറ്റ വി ബൈ ബി ആൻഡ് ഇസ് ബൾക്ക് മോഡുലസ് ഈസ് റിലേറ്റഡ് ആസ് ബി ഈസ് ഈക്വൽ ടു ഹൈഡ്രോളിക് സ്ട്രെസ് ഹൈഡ്രോളിക് സ്ട്രെസ് hydraulic DRAULIC hydraulic stress divided by volumetric strain is delta V by V. B is equal to hydraulic stress divided by volumetric strain. For a constant hydraulic stress എന്ന ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്. For a constant hydraulic stress that means B is proportional to 1 divided by delta V by B. That is എങ്ങനെ എഴുതാം? 1 by B is proportional to delta V by V. That is volumetric strain is inversely proportional to bulk modulus. അങ്ങനെ വരുന്നതാണ് delta V by V into 1 by. Option B is the correct answer. The compressibility of water is 4 into 10 raised to minus 5 per unit atmospheric pressure. The decrease in volume of 100 centimeter cube of water under a pressure of 100 atmosphere will be 100 atmospheric pressure will be അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. under a pressure of 100 atmosphere will be. The compressibility തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്ന ഡിഗ്രീസ് ഇൻ വോളിയം തന്നിട്ടുണ്ട്, പ്രഷറും തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? കംപ്രസബിലിറ്റിയും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? ബൾക്ക് മോഡുലസ് കംപ്രസബിലിറ്റി ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. വാട്ട് ഈസ് ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസ് K ഈസ് ഈക്വൽ ടു F ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ V ബൈ V. F by A is pressure divided by delta V by V. That is equal to PV divided by delta V. That is bulk modulus. ഇതിൻ്റെ റെസിപ്രോക്കൽ ആണ് കംപ്രസബിലിറ്റി. C is equal to delta V by PV is the compressibility. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? The compressibility of water is 4 into 10 raised to minus 5 per unit atmospheric pressure. The decrease in volume of 100 centimeter cube of water under a pressure of 100 atmosphere pressure. Delta V ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. Therefore delta V is equal to compressibility into pressure into volume. That is equal to compressibility is 4 into 10 raised to minus 5. Pressure is 100 atmosphere into degrees in volume 100. That is equal to 4 into 10 raised to minus 5 into 10 raised to plus 4. That is equal to 4 into 10 raised to minus 1. That is equal to 0.4 centimeter cube. 0.4 centimeter cube. Answer is option A. അടുത്ത question. In solids, interatomic forces are എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോട്ടലി റിപ്പൾസീവ്, ടോട്ടലി അട്രാക്റ്റീവ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് ടോട്ടലി റിപ്പൾസീവ് ആൻഡ് അട്രാക്റ്റീവ്. ദറ്റ് ഈസ് ബോത്ത് എ ആൻഡ് ബി ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ്? യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ദി യൂണിറ്റ്. ഇത് ശരിയാണ്. Then dyne per centimeter, that is CGS സിസ്റ്റത്തിലെ ശരിയാണ്. Then another unit of Young's modulus is Pascal. ഇതും
ശരിയാണ്. അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് എ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ്. ആൻസർ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇതേപോലത്തെ ക്വസ്റ്റ്യന് ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൂട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തന്നേ ഉള്ളൂ. 2 wires A and B are of same material. Their length are in the ratio 1:2 and the diameters are in the ratio 2:1. When stretched by forces FA and FB respectively, they get equal increase in their length. Then the ratio FA divided by FB should be. ഇതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ, നമുക്കറിയാവുന്ന യങ്സ് മോഡുലസിൻ്റെ ആ റിലേഷൻ തന്നെയാണ് എടുക്കേണ്ടത്. 2 വയർ, 2 വയറുണ്ട്. എ ആൻഡ് ബി ആർ ഓഫ് സെയിം മെറ്റീരിയൽ. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിം മെറ്റീരിയൽ. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ രണ്ടിൻ്റെ യങ്സ് മോഡുലസ് സെയിം ആണ്, സെയിം മെറ്റീരിയൽ. ദെയർ ലെന്ത് ആർ ഇൻ ദ റേഷ്യോ 1:2. ലെന്ത് എൽ എ ആൻഡ് എൽ ബി ഇൻ ദ റേഷ്യോ 1:2. Diameters are in the ratio, that is DA is to DB equal to 2:1. When stretched by forces FA and FB respectively, they get equal increase in their length. Equal increase in their length. Then the ratio of FA divided by FB. FAയും ഫോഴ്സ് എയും ബിയും തമ്മിൽ, ഫോഴ്സ് ബിയും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? യങ്സ് മോഡുലസും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ Y ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എ ആണല്ലോ. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Y A എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാമല്ലോ? എഫ് എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എൽ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ എ. റൈറ്റ്. That is then, and YB equal to Young's modulus of second material, second wire, second material alla, second wire equal to FB divided by AB. AB is area of B nanu into LB divided by delta LB. ഈ സെയിം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് യങ്സ് മോഡുലസ് സെയിം ആണ്, സെയിം മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് യങ്സ് മോഡുലസ് രണ്ടിൻ്റെ സെയിം ആണ്. ദെയർഫോർ YA ഈക്വൽ ടു YB. ഇത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? FA ഡിവൈഡഡ് ബൈ AA ഇൻറ്റു LA ഡിവൈഡഡ് ബൈ ഡെൽറ്റ LA ഈക്വൽ ടു FB ഡിവൈഡഡ് ബൈ AB ഇൻറ്റു LB ഡിവൈഡഡ് ബൈ ഡെൽറ്റ LB. നമുക്ക് കണ്ടെത്തേണ്ടത് FAയും FBയും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. ദെയർഫോർ FA ഡിവൈഡഡ് ബൈ FB, FBയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം AA ഡിവൈഡഡ് ബൈ AB, FA ഡിവൈഡഡ് ബൈ AB, ഈ FBയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, AAയെ മുകളിലോട്ട് കൊണ്ടുപോയി. ദെൻ ഈ LAയും ഡെൽറ്റ LAയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം LB ഡിവൈഡഡ് ബൈ LA ഇനി ഇൻറ്റു ഡെൽറ്റ LA ഡിവൈഡഡ് ബൈ ഡെൽറ്റ LB. ദെൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഈസ് പൈ ആർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ആർ ബി സ്ക്വയർ ഇൻറ്റു എൽ ബി ഡിവൈഡഡ് ബൈ എൽ എ ഇൻറ്റു ഡെൽറ്റ എൽ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബി. ദെൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, വെൻ സ്ട്രെച്ച്ഡ് ബൈ ഫോഴ്സസ് FA and FB respectively, they get equal increase in their length. Equal increase in their length. That means equal increase in length. That means delta LAയും ഡെൽറ്റ LBയും സെയിം ആണെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഡെൽറ്റ LAയും LBയെയും കട്ട് ചെയ്ത് കളയാം. പിന്നെ മിച്ചം എന്തുണ്ട്? FA, ഈ പൈയും കളയാം. Therefore FA by FB equal to RA square divided by RB square into LB by LA. ഇനി തന്നിട്ടുള്ളത് 2 wires AB of A and B of same material, their length are in the ratio 1:2 and diameters are in the ratio 2:1. ഡയമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ
എത്രയാണ് 2:1. അതായത് ഡയമീറ്റർ തമ്മിലുള്ള റേഷ്യോ 2:1 ആകുമ്പം റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായി മാറും? RA:RB എന്തായി മാറും? ഇവിടെ 1 ആകും, ഇവിടെ 1/2 ആകും. റൈറ്റ്, അതിൻ്റെ പകുതിയായി മാറും. അപ്പം 1² ഡിവൈഡഡ് ബൈ 1/2 ഇത് ഹോൾ സ്ക്വയർ ഇൻറ്റു LB/LA, ദാറ്റ് ഈസ് LB ലെങ്തിൻ്റെ റേഷ്യോ എന്താണ്? 1:2. LB എന്ന് പറയുന്ന 2, LA ഈസ് 1, ദാറ്റ് ഈസ് 2/1 ഈക്വൽ ടു 1/1/4 ഇൻറ്റു 2/1 ഈക്വൽ ടു 4 മേളിൽ പോകും, 4/1 ഇൻറ്റു 2/1. therefore ഇവിടെ എഴുതുകയാണ് FA/FB ഈസ് ഈക്വൽ ടു 8/1. therefore FA/FB is 8:1. answer is option D, 8:1. ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതേ റേഷ്യോ ഒന്നും ഇതായിരിക്കണമെന്നില്ല, ഇതേ തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. A steel rod has a radius of 10 millimeter and a length of 1.0 meter. A force stretches it along its length and produces a strain of 0.16%. Young's modulus of the steel is 2.0 into 10⁻11 Newton per meter square. What is the magnitude of the force stretching the rod? Young's modulus തന്നിട്ടുണ്ട്, then radius തന്നിട്ടുണ്ട്, ലെന്ത് തന്നിട്ടുണ്ട്, എലോങ്ങേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടെത്തണം? ഫോഴ്സ് കണ്ടെത്തണം. വളരെ സിമ്പിളാണ്. യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ Y ഈക്വൽ ടു F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ L/L. ഇതിൻ്റെ അകത്തുനിന്ന് എഫ് കണ്ടെത്തണം. Y ഈക്വൽ ടു F/A ഇൻറ്റു L/delta L. ഹിയർ F ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് YA ഡെൽറ്റ L ഡിവൈഡഡ് ബൈ L ഈക്വൽ ടു ദെൻ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് എത്രയാണ്? 2.0 ഇൻറ്റു 10⁻11. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമുക്ക് സ്റ്റീൽ റോഡാണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. 10 millimeter തന്നിട്ടുണ്ട്. πr² ആണ് റേഡിയസ്, ഏരിയ. പൈ ഇൻറ്റു r² ഈസ് റേഡിയസ് 10 ഇൻറ്റു 10⁻³ ഇത് ഹോൾ സ്ക്വയർ ഇൻറ്റു അടുത്തത് ഡെൽറ്റ എൽ. വാട്ട് ഈസ് ഡെൽറ്റ എൽ? ഡെൽറ്റ എൽ ഈസ് ചേഞ്ച് ഇൻ ലെന്ത്. ചേഞ്ച് ഇൻ ലെന്ത് ഈസ് 0.16% ഓഫ് ഇറ്റ്സ് ലെന്ത്. എത്രയാണ്? 0.16 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എൽ. 0.16 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ. എൽ ഈസ് ഈക്വൽ ടു 1 മീറ്റർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നോക്കാം? 2 ഇൻറ്റു 10⁻11 ഇൻറ്റു പൈ ഇൻറ്റു 10⁻6 -6ഉം -2 10⁻2 -2 -4 -4 ഇൻറ്റു 0.16 ഇൻറ്റു 10⁻² ഈക്വൽ ടു എല്ലാം വന്നല്ലോ. 2.6 2 ഇൻറ്റു 3.14 ഇൻറ്റു 0.16 ഇൻറ്റു 10⁵ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 2 ഇൻറ്റു 3 ഇൻറ്റു 0.16 വരുന്നത് 1.0048 എന്ന് വരും ഇൻറ്റു 10⁵ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 1 ഇൻറ്റു 10⁵. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 10⁻³ എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 kN. 100 kN ആണ്. kN ഈസ് 100 kN ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ